ഹലോ ഗൈസ്, എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ ഹരിദ്വാറായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ഹരിദ്വാറിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് പോകണം. എങ്ങോട്ട് പോകണേ? ഋഷികേശ് ഇവിടുന്ന് 20 കിലോമീറ്ററോ 24 കിലോമീറ്റർ എന്തോള്ളൂ, കൂടി പോയി 1.25 മണിക്കൂറുള്ളൂ. ഞങ്ങൾക്ക് ഇന്നലെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാനൊന്നും പറ്റിയില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ ബാങ്ക് കുറച്ച് സീനായിപ്പോയി ഗൈസ്. ഡാർക്കായിപ്പോയി. നമ്മൾ ഉദ്ദേശിച്ച സാധനമല്ല അത്. കുടിക്കുമ്പോൾ നോക്കി കണ്ട കുടിക്കുക. വേറെ സീനൊന്നുമില്ല, പക്ഷേ കുറച്ച് സീനാണ്. അതെ, കുറച്ച് സ്ട്രോങ് ആണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. ഇതാണ് ഞങ്ങൾ താമസിച്ച റൂം. അപ്പോൾ നമ്മൾ പോകട്ടോ. ഇവിടെ ഒരു ഓട്ടോക്കാരൻ ഋഷികേശിലേക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞിട്ടോ. ചോദിച്ചോട്ടെ, भैया कितना लोग है टोटल कितना लोग बैठेगा? लगेज टोटल कितना लोग बैठेगा इसमें? 120 120 टोटल कितना लोग आएगा इसमें? 8 मोने लगेज है हमारे पास. आप एक काम करना, आप ही को जाना ना 500 में आप इसको बुक करके, और किसी को नहीं ले जाना. ऋषिकेश कितना 100 बैग इसी में रख लेना, इसी में आ जाएगा गाड़ी में ही बैग आपका. शेयरिंग में ही बैठ जाओ आप. अभी दूसरा आदमी नहीं है ना, हम दोनों ने वेट कर जा रहा हूँ मैं भी. रास्ते से मिल जाएगी सवारी, रास्ते से मिल जाएगी. आ जाओ. गाड़ी में गया था क्या? वഴിയെ കിട്ടുന്നവരാണ് ആൾക്കാരെ. तुम्हारी गाड़ी जब तुम बात कर रहे मैं गया था क्या उधर के? बैठ जाओ. ये तो उधर जा रहे थे तो रोक लिए. बैठ जाओ भाई साहब, बैठो. आ जाओगे? अरे बैठो भाई जी, अब क्या दिक्कत आ रही है? कहाँ जाओगे? नहीं, हम बस में जाएगा भैया. എൻ്റെ ആളിയാ 100 രൂപയ്ക്ക് കൊണ്ടുപോകാന്നല്ലോ ഈ തന്തക്കളവൻ പറഞ്ഞത്. अल्लाह 80 100 अल्ला 80 100 100. ऋषिकेश जाना है. आओ मेरे साथ. 60 रुपये पर पर्सन. 60 रुपये 70 രൂപ. दोनों के लिए 100 रुपये. आप आगे जाओगे ना 70 रुपये लिया. 60 എനിക്ക് 60 60 തോന്നുന്നു. ആ അല്ലല്ല 5 6 7 70 70 രൂപ ഗൈസ്. നല്ല ഡീലായിരുന്നു. പക്ഷേ ആ വണ്ടിയിൽ 8 പേര് കയറുന്നു പറയുമ്പോഴേ ശ്വാസം കൊണ്ടിരിക്കേണ്ടി വരും തോന്നുന്നു, അറിയത്തില്ല. ഞങ്ങൾ എന്തായാലും ബസ് സ്റ്റാൻഡിലേക്ക് പോയോട്ടെ. ഫൈനലി ഞങ്ങൾ ഇതിൽ തന്നെ കയറിയിട്ടോ. രാവിലെ ചിൽ ജേണി. ഇനി ഞാൻ എത്ര നേരം കയറ്റെന്ന് അറിയാൻ പാടില്ല. ഈ ഓട്ടോറിക്ഷ ഉണ്ടോ? സംഭവം നൈസ് കേട്ടോ. കൊള്ളാല്ലേ? നമ്മൾ ഇന്നലെ 2 കിലോമീറ്റർ പോകാൻ 300 രൂപ ചോദിച്ചോ. 24 കിലോമീറ്റർ പോകാൻ 120 രൂപ രണ്ടുപേർക്ക്. ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി നീടെ ഋഷികേശ് എത്തിയിട്ടോ. ഓട്ടോറിക്ഷയിലാണ് വന്നത്. ഒരാൾക്ക് 60 രൂപ. അങ്ങനെ 25 കിലോമീറ്റർ വരാൻ 2 പേർ കൂടി 120 രൂപയായി. ആ ലാഭമാണ്. പിന്നെ ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു ഹോസ്റ്റൽ, ഒരു നല്ല ആംബിയൻസിൽ ഹോസ്റ്റൽ ഉണ്ട്. അത് കുറച്ച് ദൂരമുണ്ട്, നടക്കാനുണ്ട്. അപ്പോൾ ഇന്ന് അവിടെ സ്റ്റേ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് പീസ്ഫുള്ളായിട്ട് അല്ലേ? ഹരിദ്വാറിനെക്കാട്ടിയും റഷാണ് ഇവിടെ. ആ, ഹരിദ്വാറിനെക്കാട്ടും വലിയ ടൗണുമാണ്. അത്യാവശ്യം നല്ല തിരക്കുമുണ്ട്. പിന്നെ ഇവിടെ നോൺ വെജ് പരിപാടിയൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കൊരു വെള്ളം കുടിക്കണം. ആദ്യം വെള്ളം കുടിച്ചിട്ട് പയ്യെ നടക്കണം. വളരെ സ്വാമിമാരോട് സ്കൂട്ടറിൽ യെസ്, ഇതാണ് ദ റിയൽ ഗംഗ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നലെ ഞങ്ങൾ മുമ്പിച്ചാണെന്ന്, അങ്ങനെയല്ല. ഇതാണ് റിയൽ ഗംഗ. സി ദ പവർ ഓഫ് ഗംഗ. കൂളിതേ എന്നാ ഇപ്പോൾ ഇനി ആ ബ്രിഡ്ജ് കയറണം. ആ ബ്രിഡ്ജ് എനിക്ക് 1 കിലോമീറ്റർ ഉണ്ട്. എമ്മാരില്ല അത്രയില്ല. 1/2 കിലോമീറ്റർ പോടാ. ഇത് 1/2 കിലോമീറ്റർ ഉള്ളൂ. ഇതാണ് 1/2 കിലോമീറ്റർ. ഇത് 1/2 കിലോമീറ്റർ അല്ല, ഒരു 3/4 കിലോമീറ്റർ ഉണ്ടാവും. ഒരു 650 മീറ്റർ. സമ്മതിക്കൂലേ നീ കണക്ക്? ചാണകം ഇതിൽ കൂടെ ഏത് പശുവിനെ ഒരു കടത്തി വിട്ട്? പശുവാണെങ്കിൽ വൈബ്രേഷനായിട്ട് അവിടെ തന്നെ തൂറിയിട്ട് പോയി. നല്ല രസമല്ല ഇങ്ങനത്തെ റോഡ് നടക്കാൻ. ഫുള്ള് കടകളും. പക്ഷെ തൂറാൻ മുട്ടിക്കഴിഞ്ഞാൽ ഒരു രസമല്ല കഴിച്ചു. ഒന്നും നോക്കാൻ. അതെ അതെ.
ഇവിടെ ഷോപ്പ് ചെയ്യാനാണെങ്കിൽ ബാഗ് കാര്യമായിട്ട് തന്നെ. ഞങ്ങളുടെ ബാഗ് ഓൾറെഡി ഫുള്ളാണ്. അതൊന്നും ചെയ്യാനില്ല. എല്ലാം കയറ്റിയിട്ടുണ്ട്. എല്ലാം കയറ്റി. നമ്മളിതാ ബ്രിഡ്ജിലേക്ക് എൻ്റർ ചെയ്യാം കേട്ടോ. എന്താ എഴുതിയേക്കണേ? ഉത്തരാഖണ്ഡ് സർക്കാർ പവറോ? ഉത്തരാഖണ്ഡ് സർക്കാർ പവറാണോ? ഓ പോളി. അത് എന്നെ പാലമാടാ അത്. ഷിൻഡാളിയാ. ആ നനഞ്ഞ് കുളിക്കൂടാ. ണ്ടോ ഒരു പാലൊക്കെ കുറെ പൊട്ടാനായിട്ട് കേട്ടോ. ഗംഗ ഗംഗ സീൻ കേട്ടോ. ഒടുക്കത്തെ വീതിയാ. ആളിയ രക്ഷയില്ല. ഇതോ രക്ഷയില്ലാത്ത പാലം കേട്ടോ. എപ്പോഴാ മുട്ടി വീണെന്ന് പറയാൻ പറ്റില്ല. അതുണ്ടാവും. എന്നാ വീതി അറിയാം ഞങ്ങൾക്ക്. കാലൊക്കെ വെള്ളം കേട്ടോ. ഈ വെള്ളത്തിനകത്താണ് റിവർ റാഫ്റ്റിംഗ് ചെയ്യുന്നത്. ഇവിടെ റിവർ റാഫ്റ്റിങ്ങിന് എനിക്ക് വേണ്ടി ചീപ്പ് റേറ്റ് ആകാറ്. ഒരാൾക്ക് 400 രൂപ പറയുന്നുള്ളൂ. 11 കിലോമീറ്റർ റാഫ്റ്റിംഗ് ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ മുതലാ ഇല്ലടാ. 11 കിലോമീറ്റർ പറയുമ്പോൾ ലാഭമല്ലേ? അങ്ങനെ നോക്കുമ്പോൾ മണാലിലെ കറവാ അല്ലേ? ഈ റേറ്റ് നോക്കുമ്പോൾ മണാലി കറവാ, ഭയങ്കര കറവാ. പിന്നെ ഇത് മറ്റേത് ഇവിടെ റിവർ റാഫ്റ്റിംഗ് ചെയ്യാൻ പേടിയാവും കേട്ടോ. ഇവിടെ വെള്ളത്തിന് കുറച്ചുകൂടെ കലക്കല്ലേ? ഭയങ്കര ഇളക്കടാ. ആ ഭയങ്കര ഇളക്കെന്ന് വെച്ചാൽ ഭയങ്കര ഇളക്ക്. ഈ പാലം കയറി ഇറങ്ങുമ്പോൾ തന്നെ ശക്തി കൂട്ടോ. ലഗേജ് നല്ല വെയിറ്റ് ഉണ്ട്. ലഗേജ് രക്ഷയില്ല. ഷോൾഡറൊക്കെ വേനെടുത്തിട്ട് അയ്യോ. ഇവിടെ എനിക്ക് തോന്നുന്നു ഹരിതാറിനോട് ചൂടുണ്ടേ. എനിക്ക് ചൂട് കൂടുതലായിട്ടാണ് വന്നത്. പക്ഷെ എന്നാലും തണുത്ത കാറ്റ് കുറവാണ് അവിടെ. ഗായ്സ് അത്യാവശ്യം പ്രൈം ഏരിയ കേട്ടോ. ഇവിടെ മൊത്തം ഫോറിനേഴ്സാണ്. നടന്ന് നടുപൊടിഞ്ഞെന്ന് പറയുന്നില്ല, ഷോൾഡറില്ലേ, ഷോൾഡറിൻ്റെ കിളി പോയി. കാരണം ഒട്ടുക്കത്തെ വെയിറ്റ് ബാഗിന്. എനിക്ക് ബാഗ് വെച്ച് നമ്മുടെ ട്രക്കൊക്കെ ഉണ്ടല്ലോ. ഒരു ട്രക്കും നടക്കൂല ഗൈസ്. ഒന്നര നാട്ടിലേക്ക് കയറ്റി വിടണം. രണ്ട് ബോക്സർ തോർത്ത് മാത്രം കയ്യിൽ വെക്കുക, ജാക്കറ്റും. ഒടിഞ്ഞിട്ടോ വഴി നോക്ക്. ഇത് ഭയങ്കര ഒരു ആശ്രമ വൈബ്. ഒരു ഡി അഡിക്ഷൻ സെൻ്ററിൻ്റെ ഒക്കെ ഒരു വൈബ് ഉണ്ട് ഇവിടെ. മൊത്തം മെഡിറ്റേഷൻ. അവിടെ ഉള്ളവരെ ഇതാക്കാനല്ലേ, നന്നാക്കാനല്ലേ, ട്രെയിൻ ചെയ്യാം. കണ്ടോണ്ട് ഡി അഡിക്ഷൻ സെൻ്റർ മറ്റില്ലല്ലോ, ബാറോ നമ്മളോളം കൺട്രോൾ. അതെ, ഇതാ പോണുണ്ടോ, സാമിയൊക്കെ പോണുണ്ടോ? ആവണി ചെറുതടിച്ച് വിടുക. ചുമപ്പിട്ട അവിടെ ഒരു മെമ്പർഷിപ്പ് കൊടുക്കുക അവരുടെ ക്ലബിൽ. രണ്ട് പേര് വിടുക, ഡബിൾ മോഹനൻ, സൈക്കിളൊക്കെ വെച്ചാൻ്റെ മൂഡ് മൂഡ്. സെൽഫി ഇത്ര നേരം കളിപ്പായിരുന്നു, ഇപ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത്ര നേരം കുറച്ച് ടൈറ്റ് ആയിരുന്നു, ഇപ്പോൾ കുറച്ചൊന്ന് ലൂസായിരുന്നു. എല്ലാം തിരിച്ചു കയറി പോയി. എൻ്റെ ആളെ നടന്നത് ഉപ്പാട് കളിക്കട്ടെ. എൻ്റെ ആളിയാ. പക്ഷേ ഇത് നമ്മുടെ നാടാണ്, ഇവരുടെ നാടെന്ന് തോന്നിപ്പോൾ. ഇവിടെ മൊത്തം പറഞ്ഞല്ല, കംപ്ലീറ്റ് ഫുൾ ആൾക്കാർ യോഗ മെഡിറ്റേഷൻ പരിപാടിക്കൊക്കെ വരുന്ന ഒരുപാടുണ്ട് കേട്ടോ. ഇവരെങ്ങനെ വലിഞ്ഞു കയറി ഇവിടെ എത്തുന്നു അല്ലേ? എങ്ങനെ അറിയുന്നു? ഫുള്ളി ഗംഗേൻ്റെ സൈഡിൽ പിടിച്ച് നടക്കട്ടെ. ഞങ്ങൾ പൂപ്പാട് കളിക്കുന്ന പറഞ്ഞാണല്ലോ. ബാഗ് നല്ല വെയിറ്റ് ഉണ്ട്, ഷോൾഡർ കിടന്നിട്ട് ചുമ്മാ കില്ലിങ് വെയിറ്റ് എന്നാ പറയൂലേ? അറിയില്ല അല്ലേ? പറയോ? വേണമെങ്കിൽ പറഞ്ഞു പറയാം. കില്ലർ വെയിറ്റാ, ഒരു രക്ഷയില്ല. ഇത് കംപ്ലീറ്റ്ലി ഒരു കസോൾ വൈബുള്ള സ്ഥലം കേട്ടോ. ഫുള്ള് ട്രിപ്പിംഗ് ഷോപ്സും ഡ്രസ്സ് പരിപാടികൾ, അടിപൊളി. കിടിലൻ സ്വീറ്റ്സ്, ബ്രൗണി ഷോപ്സ്, കഫേസ്, അടിപൊളി. എടാ ഇതൊക്കെ നോക്കണ്ട എൽവി. വാട്ട് ബ്രോ, നീ എൻ്റെ അവസ്ഥ ആലോചിച്ചാൽ നിൻ്റെ അവസ്ഥ ആലോചിക്കേണ്ടത്. ഇതിലെ വഴിയൊന്നും കാണുന്നില്ലല്ലോ. എടാ ഇങ്ങനെ കാണുന്നൊരു സ്ഥലം
നോക്ക് ഐസ്ക്രീം ഷോപ്പ് നോക്ക്. ഇതാ ഹോസ്റ്റൽ ഈ ആപ്പോ ഡെഡ് എന്നൊക്കെ പറഞ്ഞ ഇതാണ് ഡെഡ്. എൻ്റെ ഡെയ്മേ ഞങ്ങളാണല്ലോ കേട്ടിറക്കേണ്ട ട്രക്കിങ്ങിന് പോകാൻ തന്നെ. ആ ഹോസ്റ്റലാണോ? ഇയാട് ഹോസ്റ്റൽ ഇതാ എൻ്റെ ആളിയാ ഷിംലയിൽ അറ്റൻഡ് ചെയ്ത സ്റ്റെയർ. സ്റ്റെയർ നോക്ക് ഏടാ. എൻ്റെ ആളിയാ ഒരു സീനുമില്ല. എടാ ഈ സാധനം ഷിംലയിൽ അറ്റൻഡ് ചെയ്ത് ഷിംല ടൗണിൻ്റെ ഒരു മിഡിൽ നിന്ന് താഴേക്ക് ഇറങ്ങണമെങ്കിൽ ഒറ്റ ഷെയർ തിരിച്ച് പോകണമെങ്കിൽ ഷെയർ കയറണം. എൻ്റെ ആളിയൊക്കെ ശത്ത് രമേ രമജിയേ. എടാ ഇനി ഇവിടുന്ന് പോവാനും പയ്യ എന്ത് മൈലെടുക്ക. രമേ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോസ്റ്റലാട്ടോ, സ്കൈയാർഡ് ഹോസ്റ്റൽസ്. ഇതിൻ്റെ ആംബിയൻസ് എന്താണെന്നുള്ളത് ഞാനിതിൻ്റെ മുകളിലേക്ക് റൂമിലേക്ക് പോയിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ റൂഫ് ടോപ്പ് ഒരു കഫേ ഉണ്ട്. ചുമ്മാ അവിടെ വന്നിട്ട് അവിടെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ മുതലാ. അത്രയും കിടിലൻ സ്പോട്ടാണ്. അതായത് വൈബ് സാധനം, ബെറ്റർ ദാൻ ഹോസ്റ്റൽ. അപ്പോൾ നമ്മളിവിടെ ബുക്കിംഗ് എടുക്കും കേട്ടോ. ഗൈസ് ഞങ്ങളങ്ങനെ റൂമൊക്കെ എടുത്ത് ഞാൻ റൂം കാണിച്ചു തരാം കേട്ടോ. സീനാണ് വ്യൂവും പരിപാടിയൊക്കെ. അപ്പോൾ ഞാൻ വൈകുന്നേരം വന്നിട്ട് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടീൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം. നമ്മുടെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത ആൾക്ക് താങ്ക് യു ബ്രോ, താങ്ക് യു സോ മച്ച്. അടിപൊളി സ്പോട്ട്. നമ്മളിപ്പോൾ ഒന്ന് താഴേക്ക് ഇറങ്ങാം, കുറച്ച് പലർക്ക് സാധനങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ ഒന്ന് താഴെ പോയി കുറച്ച് കഫേസൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നൈസായിട്ടേ വരുള്ളൂ. വന്നിട്ട് ഈവനിങ് സൺസെറ്റൊക്കെ ആകുമ്പോൾ ഞാൻ പ്രോപ്പർട്ടി കാണിച്ചു തരാം. ഇവിടെ മൊത്തം ഫോറിനേഴ്സ് ആട്ടോ നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നത്. ഡോമിലൊക്കെ ഈ സ്റ്റെപ്പ് എൻ്റെ മതി. ഇവിടെ നിന്നിട്ടൊന്ന് കാലിന് പോയാലോ അടിച്ച് തിരിഞ്ഞ് ഫുള്ള് ട്രിപ്പി വൈബ്സ് ആട്ടോ. ഷോപ്സൊക്കെ നോക്കിയേ, ഫുള്ള് സുവനീറും കാര്യങ്ങളും കണ്ടോ. ഋഷികേഷിൻ്റെ സുവനീറൊക്കെ ഉണ്ടോ. പോകുമ്പോൾ മേടിക്കണം. പോകുമ്പോൾ സുവനീർ മേടിക്കണേ. നമ്മൾ ഹരിദ്വാറിനെ മേടിക്കണേ, പക്ഷെ നമ്മൾ മേടിച്ചില്ല. ആ പക്ഷെ ഇവിടെ മൊത്തം ഋഷികേശാണ്. ഋഷികേശിൽ ഹരിദ്വാറിന് നിൽക്കാൻ പാടില്ലല്ലോ. സുവനീർ എന്താ ആ നാട്ടിലെ സാധനമാണ്. പക്ഷെ മണാലിയിൽ കിട്ടുമല്ലോ. അത് പറഞ്ഞിട്ടില്ല. ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ മഞ്ജു ചിഞ്ചു കുഞ്ചു എല്ലാം ഉണ്ട്. നമ്മളെ രണ്ടുപേരും ഇവിടെ ഒരു സ്ഥലത്തും ആ ഫ്രൈ ചെയ്ത് 6 ദിവസം ഉണ്ടാവുമല്ലോ. ये नॉर्मल आलू है, इसमें क्या डालेगा? नमक डालेगा, इसमें मसाला, नमक, नींबू, ग्रीन चटनी। और कितने है इसके लिए? 50 रुपये प्लेट। ये और प्लेट आलू चाहिए। एक प्लेट आलू दे दो। ये आलू चाट चलेगा ചൂടുണ്ടോ? ഉപ്പില്ല, ഒന്നുമില്ല. പക്ഷെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ വലിയ കണ്ടിട്ടോ. नमक डालेगा ना इसमें? खाली सोल्ट डालना है। स्पाइसी रहेगा? हाँ स्पाइसी दे दो. ज़्यादा स्पाइसी नहीं, मीडियम. നല്ല സുഖമാണ്. ഉരുളക്കിഴങ്ങ് വറുക്കുക, മാറി ഇന്ന് വളിയിടാം. ഉരുളക്കിഴങ്ങ് മാത്രം അടിക്കുന്നത് എൽവിൻ്റെ ഫേവറേറ്റ് ഏതാ? അതെ ഡോർമിറ്ററിയും കൂടിയാ. ഓസ്ട്രേലിയക്കാരൻ പിടിച്ച് പുറത്തിടും. പതാന്ന് കിട്ടുമ്പോൾ ചൂടോടെ നല്ല രസമായിരിക്കും അല്ലേ? ഇന്ന് രാവിലത്തിലൊന്നും കഴിച്ചില്ല ഗൈസ്. അതുകൊണ്ട് എന്തെങ്കിലും കഴിക്കണം. ബേസ്മെൻറ്റ് പൈ ഗൈസ് അല്ലേ? ഞാൻ ചിലതിരിക്ക് യാത്ര ചെയ്യുന്നുണ്ടേ കഴിക്കാൻ പറ്റുള്ള. അതെ അതെ എപ്പോഴും വിശക്കും. 12,000 രൂപ ഒരു ദിവസം ചിലവിരിക്കും ഒരു ഫുഡിനെ വേണേ. മെന്നുണ്ട് കഴിച്ചു. വയറിളക്കി ചോറോന്നറിയില്ല. സീൻ സാധനം. ടൂത്ത് പിക്ക് മിലേക്കാനാ ഫുള്ള് ചെയ്യുന്നുണ്ട്. ഫുള്ള് മിക്സ് ചെയ്ത്
ഇനി അത് കഴിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഗളകളാന്ന് വൈറ്റിലെ സൗണ്ട് വരും ആദ്യം ഒരു ഓട്ടോ ഞങ്ങൾക്കാണ് 100 സ്റ്റെപ്പ് കയറാണ്ട് റൂമിലേക്ക്. അൽവി മേടിച്ചോ? എൻ്റെ അടുത്ത് ക്യാമറ ഉണ്ട്. ഓ ഇനി ഇവനെ എങ്ങനെയാണ് ചേർത്തെടുക്കാം. ഇവനെ ഞങ്ങളുടെ എടുത്തിട്ടുണ്ടല്ലോ. टिक्की बर्गर बन टिक्की बन छोले पराठा चाट നൈസാ രസമുണ്ട്. ചൂടില്ലല്ലേ? നൈസാട്ടോ. കണ്ടോളാം. മൈരം കളഞ്ഞ് നൈസ് സാധനം കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട്. നല്ല മസാല ഉണ്ട്. കൊള്ളാല്ലേ? So you guys not eating now? No, we'll come back. Okay, you carry on. Bye. Bye bro. ഞങ്ങളങ്ങനെ മറ്റേ നേരത്തെ പൊട്ടറ്റോ ഫ്രൈസ് കഴിച്ചിട്ട് ഇപ്പോൾ രണ്ടാമത് ചോറ് മേടിച്ചത്. ഇത് രാജ്മ ചാവൽ. ഇത് ഹാഫിന് 40 രൂപയാണ്. കറിയും ചോറ് കഴിച്ചു കൊട്ടോ. അല്ലേടാ? അങ്ങനെയുണ്ട്. ഉപ്പ് കൂടുതലുണ്ടെന്നുള്ളൂ. ഉപ്പുണ്ട്. ഉപ്പുണ്ട് കേട്ടോ. നല്ല നല്ല ചൂടുണ്ട്. ഉള്ളിയുണ്ട്, മീൻ ചട്നി ഉണ്ട്. അടിപൊളി എൽവി. കുഴപ്പമില്ലല്ലോ. ഇനി ഇത് കഴിച്ചിട്ട് ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് പോകും. കണ്ട് പിന്നെ അവിടെ ഇരിക്കാമെന്ന് വെച്ചു. പിന്നെ രാത്രി ഇറങ്ങാം. ഞങ്ങളിവിടെ ലോക്കലായിട്ട് മറ്റേ ബോട്ട് സഫാരി ഒക്കെ ഉള്ളൊരു തീരത്ത് വന്നേ കേട്ടോ. ഇവിടെ ഫോറിനേഴ്സ് ഉണ്ട്, പരിപാടികളുണ്ട്. നമ്മൾ ഫുഡ് കഴിച്ചു. ഇവിടെ കുറേ പേര് ഇറങ്ങി കുളിക്കുന്നുണ്ട്. ഇത് ലോക്കലൊരു ബോട്ട് സഫാരി പോലത്തെ അല്ലേ? കാണുമ്പോൾ ഒരു സേഫ്റ്റി ഫീൽ ചെയ്യുന്നല്ലോ ഇവിടെ നിന്ന്. പക്ഷെ എന്നാലും കൊള്ളാം. നൈസ് പ്ലേസ്. പിന്നെ റിവറിൻ്റെ കളർ തന്നെ നമുക്ക് ഭയങ്കര ഭീതിപ്പെടുത്തുന്നത് കളറാണ് അല്ലേടാ? ഭയങ്കര കലക്കും. ഇവിടെ എല്ലാവരും ഈ ബോട്ടിങ്ങൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ നൈസായിട്ട് റൂമിലേക്ക് പോലെ വാ. ഞങ്ങളപ്പോൾ പിന്നെ നൈസായിട്ട് റൂമിലേക്ക് പോവാം. റൂമിൽ പോയിട്ട് കുറച്ച് നേരം മുകളിൽ ചായ കുടിച്ച് അവിടുത്തെ വ്യൂ ഒക്കെ ആസ്വദിച്ചിരിക്കണം. രണ്ടൊരു നൈറ്റ് ആകുമ്പോൾ ഇവിടെ ഫുൾ ലൈറ്റ്സൊക്കെ ഓണായി ആ ഒരു വൈബിലേക്ക് വരും. എന്നിട്ട് നമ്മൾ നൈറ്റ് ഇവിടുത്തെ സ്ട്രീറ്റൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യും. അതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടികൾ. ഗുഡ് ടൈംസ് കഫേ. നമ്മളിപ്പോൾ ഒരു കഫേ ചിൽ ഔട്ടിലേക്ക് പോകട്ടോ. ഇതൊരു ചെറിയൊരു വഴിയാണ്. അവിടെ ഞാനും എൻ്റെ എൽബിച്ചേട്ടനും മാത്രം. ഓ ഇതൊരു ഗോവൻ വൈബായടാ. ഓ ചില്ലൗട്ട് മൂഡ് അടിപൊളി. പോയിട്ടില്ല. ഇവിടെ മൊത്തം ഫോറിനേഴ്സ് കേട്ടോ. നമുക്ക് മടിയത് നമ്മൾ ഇവരുടെ നാട്ടിലൊന്നും പോലെ ഗോവ ഇവർ പിടിച്ചടക്കിയേക്കുക. ഓ വൈബ്. എടാ ഈ കഫേ നോക്കടാ. എന്താ ഹാരിയോ കോറിയോ? ഹാരി അല്ലത്. ഇവിടെ കീടിലും കഫേ. അതിൻ്റെ ലുക്കൊക്കെ നോക്ക്. പക്ഷെ എൻ്റെ ആളിയാ. ഇവിടെ നിന്ന് നേരെ ഗംഗയാണ്. ഓ പൊളി. ബ്രോഡ് ഉണ്ടോ? ആ ഇരിക്കണ അവനല്ലേ? ഈ കഫേ രക്ഷയില്ല കേട്ടോ. വെൽബി നോക്കിടാ അല്ലേ? അടിപൊളി കഫേ. ഓക്കെ, ഇത് നമ്മളിപ്പോൾ കയറിയേക്കുന്ന ഒരു കഫേ കേട്ടോ. വീടിൻ്റെ ആംബുലൻസ്. എൻ്റെ ഫ്രണ്ടിനെ വിളിക്കാൻ വേണ്ട. ഹലോ ഹായ്. Oh, yo. We are here. Meet my friend Kevin. Huh? Kevin, right? Yeah, Kevin. Yeah. Kevin from Australia. Yeah. Say hi to my subscribers. Yeah. What's up? Kevin. Yeah, it's a chilling place, man. Yeah. Yeah, chill out. Nice, chill out. Yeah. Best name actually. Rishikesh. Yeah. Nice. Guys, ഞങ്ങളിപ്പോൾ ബാബേൻ്റെ അടുത്തേക്ക് പോട്ടോ. ബാബാക്ക മന്ദിർക്ക സാമനെ. ഏത് ബാബ വെച്ച വെൽവിനെ അറിയില്ല. ഇത് താൻ എന്തിനാണ് ഋഷികേശൻ ഇതൊക്കെ അറിയണ്ടേ? ഇവിടെ ഫുള്ള് ഷോപ്പ് ഫുള്ള് ചില്ലം ഷോപ്പ്സ് ആട്ടോ. ഇത് ശരിക്കൊരു ഞാൻ പറയട്ടെ, ഗോവയിൽ ആറന്മുള ബീച്ചില്ലേ, ആറന്മുളയിലേക്ക് പോകുന്ന റോഡ് ഇങ്ങനെയാണ്. അത് കഴിഞ്ഞ് അപ്പുറത്തുള്ളത് കസോളാണ്. എല്ലാത്തിൻ്റെ ഒരു മിക്സ് അവിടെ. ഇതൊക്കെ ഒരു മന്ദിർ പരിപാടിയാണ്. അത് ഇവൻ പറഞ്ഞു ഈ പാൻറ്റ് മേടിച്ചിട്ട് പിന്നെ ഒരു മാസം അലക്കുകയും വേണ്ട കുളിക്കുകയും വേണ്ട, ഒരു 5 കിലോ സാധനം കൊള്ളൂ. ഇവിടെ വരുന്ന എല്ലാവരും ഈ യോഗ പരിപാടി കേട്ടോ. യോഗ, മെഡിറ്റേഷൻ, പിന്നെ ഇവിടെ റാഫ്റ്റിങ്ങിൻ്റെ ഒരുപാട് സെൻറ്റേഴ്സ് ഉണ്ട്. ഡ്രസ്സ് പരിപാടി, ഗിറ്റാറിൻ്റെ കറങ്ങുന്നത് കീടിയത് നൈസ്. അപ്പാപ്പനൊക്കെ വരെ. ഇവൻ്റെ മുടിയൊക്കെ രക്ഷയില്ല കേട്ടോ. കീടില് ഒരാടിയിട്ടുണ്ടല്ലോ,
രണ്ട് കറങ്ങുന്നൊരു വീട്ടിലായിരിക്കും. ട്രെയിനിൽ വന്നു വരെ മറന്നു പോകും. ഗൈസ് ഞങ്ങളിപ്പോൾ കുറേ നേരം ചില്ല് ചെയ്തൊരു കഫേ കേട്ടോ. ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മുകളിലായിരുന്നു, ഇരുന്നപ്പോൾ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, മുകളിലായിരുന്നു. ഞങ്ങളപ്പോൾ നൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ നേരം റിവറിൻ്റെ സൈഡിലൊക്കെ വർത്താനം പറഞ്ഞിരുന്നു. ഞങ്ങളൊരു ഫ്രണ്ടിനെ കിട്ടി, ഞങ്ങളുടെ ഹോസ്റ്റലിലുള്ളതാണ്. അപ്പോൾ ആൾ UP-യിലുള്ളതാണ്. നമ്മൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പുള്ളിക്കാരിയുടെ ഒരു 5-6 വർഷമൊക്കെ വന്നിട്ടുള്ളതാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഇതേ ഫുഡ് കഴിക്കാൻ പോകുന്നു. ഓൾമോസ്റ്റ് ഷോപ്സൊക്കെ ക്ലോസ് ആയി തുടങ്ങി. യാ, ഷീസ് മൈ ഫ്രണ്ട്. What's your name? I forgot your name. Vidisha. Yeah, Vidisha from UP. She's an entrepreneur. This is my YouTube channel. Say hi. Hi. You should have told me earlier. No. എവിടെ പോയിടുന്ന വെച്ചാലോ? ആ, അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകട്ടോ. എന്തായാലും ലൈറ്റായിട്ട് ഫുഡ് കഴിച്ചിട്ട് നമ്മളനുസരിച്ച് റൂമിൽ പോകും. നമുക്ക് നാളെ ഒരു ട്രക്കിങ്ങിന് പോകാണ്ട്, അപ്പോൾ കുറച്ച് നേരത്തെ കിടക്കണം. അപ്പോൾ നമ്മൾ ഈ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. നാളെ ഒരു കിടിലൻ വ്ളോഗായിട്ട് നമ്മൾ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ ഗൈസ്, ഗുഡ് നൈറ്റ്.